കൊച്ചിയിലെ ബാറിൽ വെടിവെപ്പ്. കത്രിക്കടവിലെ ഇടശ്ശേരി ബാറിലാണ് വെടിവെപ്പുണ്ടായത്. ബാറിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. കൊച്ചിയിൽ നിന്നും ഉമേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഉമേഷ്, രാവിലെ തന്നെ ഒരു അക്രമ സംഭവങ്ങളുടെ വാർത്തയൊക്കെയാണല്ലോ വരുന്നത്. എന്താണ് ഈ സംഭവം? എപ്പോഴാണ് ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായത്? കീർത്തി, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ കാണുന്ന ഇടശ്ശേരി ബാറിൽ ആക്രമണം ഉണ്ടായത്. ഇത് കലൂരിന് സമീപം കത്രിക്കടവിലാണ് ഈ ബാറ് ഉള്ളത്. ഇവിടെ ഇന്നലെ രാത്രി പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രി 11:30യോടെയാണ് 4-അംഗ സംഘം ഒരു കാറിൽ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ ബാറിലെ ജീവനക്കാരുമായി സംഘർഷം ഉണ്ടായി, വാക്കുതർക്കം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പലരും പറയുന്നത് ഈ ബാറിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞും ഇവിടേക്ക് എത്തി മദ്യം ചോദിച്ചതാണ് തർക്കത്തിന് കാരണമായത് എന്ന് പറയുന്നു. അതല്ലാതെ ഈ ബാറിലെ മാനേജറുമായി നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ വെടിവെപ്പിൽ കലാശിച്ചത് എന്നാണ് പറയുന്നത്. ഈ 4-അംഗ സംഘത്തിലൊരാളാണ് ഈ ബാർ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത്. ഈ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബാറിലെ ജീവനക്കാരായ സിജിൻ, അഖിൽ എന്നിങ്ങനെ 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ വയറിനാണ് വെടിയേറ്റത്. രണ്ടാമത്തെ ആളുടെ കാലിനും വെടിയേറ്റിട്ടുണ്ട്. 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. 2 പേരെയും ഇന്നലെ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇത് അറിയാൻ കഴിയുന്നത് ഇത് എയർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഈ വെടിവെക്കാൻ ഉപയോഗിച്ച ആ തോക്ക് അത് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഈ പ്രതികൾ, ഈ 4 പേരും ഒളിവിലാണ്. ഈ ബാറിനകത്തല്ല, ബാറിന് പുറത്തേ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ അക്രമ സംഭവം. മാനേജറുമായാണോ ഈ അക്രമികൾ തർക്കമുണ്ടായത്? അതെ, അങ്ങനെയാണ് പറയുന്നത്. ആദ്യം മാനേജറുമായി വലിയ തരത്തിൽ വഴക്കുണ്ടാവുകയും പിന്നീട് ജീവനക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അത്തരത്തിലുള്ള ആ തർക്കം രൂക്ഷമായപ്പോഴാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച്, അത് എയർ പിസ്റ്റളാണെന്ന് പറയപ്പെടുന്നു, ആ പിസ്റ്റൾ ഉപയോഗിച്ച് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. ഒപ്പം ഈ മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും നിലവിൽ ആശുപത്രിയിലാണ്. പക്ഷേ ഗുരുതരാവസ്ഥയില്ല. ഈ എയർ പിസ്റ്റൾ ആയതുകൊണ്ട് തന്നെ ഗുരുതരാവസ്ഥയില്ല എന്ന് പറയുന്നു. പക്ഷേ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഒരാൾക്ക് ചെയ്തു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ബാറിന് പുറത്ത് ഈ കാണുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇനി ഈ അക്രമം നടത്തിയവരെ, ഈ അക്രമി സംഘത്തിലുള്ള ഈ 4 പേരെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അതിനുവേണ്ടി പോലീസ് തിരച്ചിൽ, എറണാകുളം നോർത്ത് പോലീസാണ് അന്വേഷിക്കുന്നത്. നോർത്ത് പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടെത്തിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കും. ഇവർ ഏത് തരത്തിലുള്ള തോക്കാണ് ഉപയോഗിച്ചത്, എയർ പിസ്റ്റളാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പിസ്റ്റളാണോ ഉപയോഗിച്ചത്, അങ്ങനെയെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ഒപ്പം എന്താണ് ഈ തർക്കത്തിന് യഥാർത്ഥ കാരണം എന്താണ്? കാരണം ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയൊരു സംഭവമാണ്. അത് ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. ഇത് എയർ പിസ്റ്റളാണെങ്കിലും അത് ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിന് എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണല്ലോ ഉമേഷ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് മറ്റെന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ട്? ഈ മാനേജറുമായി ഉള്ള ഒരു പ്രശ്നമാണോ എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്നുണ്ടായൊരു പ്രകോപനമാണ് എന്ന് പറയാൻ സാധിക്കുമോ? കാരണം ഇവരുടെ പക്കൽ തോക്കുണ്ടായിരുന്നു, കൂട്ടമായാണ് ഇവർ എത്തിയത്. വെടിയുതിർത്തതിന് ശേഷം ഇവർ ആ ഒരു നിമിഷത്തിൽ തന്നെ അവർ അവിടെ നിന്നും കടന്നു കളയുകയുണ്ടായി. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ട്? ഇത് ആസൂത്രണ സ്വഭാവം ഇതിനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആയുധവുമായാണ് ഇവർ വരുന്നത്, ബാറിലേക്ക് വരുന്നത്. എയർ പിസ്റ്റളാണെങ്കിലും ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുവുമായാണ് ഇവർ ഇവിടേക്ക് വന്നത് എന്നുള്ളത് ഇവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇത്തരത്തിലൊരു അക്രമം ഇവർ നടത്താൻ ഇവിടെ ഉദ്ദേശിച്ചിരുന്നു. അത് ആവശ്യമെങ്കിൽ ഇത് എടുത്ത് പ്രയോഗിക്കണം എന്നൊരു തീരുമാനം അവർക്കുണ്ടായിരുന്നെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഏതായാലും ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ കണ്ടെത്തി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥ വസ്തുത എന്ന്
വ്യക്തമാവുകയുള്ളൂ. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഉൾപ്പെടെ CCTV ഉണ്ട്. അതുകൊണ്ട് ഈ അക്രമം നടന്നത് ഏതാണ്ട് ഈ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ വഴിനീള ഈ നഗരമധ്യത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പോയ വഴികളൊക്കെ പോലീസിന് കണ്ടെത്താൻ പെട്ടെന്ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പലയിടത്തും CCTV ദൃശ്യങ്ങളുണ്ട്. ഈ ബാറിൻ്റെ തന്നെ 2-3 ഭാഗത്ത്, ഈ ബാറിന് പുറത്തുള്ള 2-3 ഭാഗത്ത് തന്നെ CCTV ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നഗരത്തിൻ്റെ മറ്റു വഴികളിലും ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് ഭാഗത്തുകൂടെയാണ് ഇവർ പോയത് എന്നൊരു പക്ഷേ പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ ഉടൻ വലയിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.